السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا وآل كل والصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തം പൂർണ്ണമായും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവർ, ഹജ്ജിന് വിശാലമായ സമയമുണ്ടായിരിക്കെ വിശുദ്ധമായ മക്കയിൽ എത്തിയ ഹാജിമാർ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ മദീനയിലെത്തുകയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുകയും ചെയ്യലാണ് ഏറ്റവും പുണ്യമായ രീതി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഹജ്ജിന് വിശാലമായ സമയം ഇല്ലെങ്കിൽ പിന്നീട് ഹജ്ജിന് ശേഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കൽ സുന്നത്തുള്ളത്. അഥവാ ഒരു ഹജ്ജ് ചെയ്തു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാതെ മടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയുണ്ടായി, മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ഒരാൾ ഹജ്ജ് ചെയ്തു എന്നെ സന്ദർശിക്കാതെ അവൻ മടങ്ങിക്കഴിഞ്ഞാൽ അവൻ എന്നോട് പിണങ്ങിയവനായിരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തോട് പിണങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സാറനി വജബത് ലഹു ശഫാഅത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആരെങ്കിലും സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ മുത്തുനബി പറയുകയാണ്, വജബത് ലഹു ശഫാഅത്തി, എൻ്റെ ശഫാഅത്ത് അവന് നിർബന്ധമായിരിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ സർവ്വ ആളുകൾക്കും സുന്നത്താണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഏതായിരുന്നാലും ആ മഹത്തായ സുന്നത്ത് ഹബീബായ മുത്തുനബിയെ സന്ദർശിക്കാൻ അല്ലാഹു നമുക്കും ബന്ധപ്പെട്ട മുഴുവർക്കും പല ഒരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ വിശുദ്ധമായ മദീനയിൽ നാം എത്തിക്കഴിഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിന് മുമ്പായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ, സിയാറത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിലേക്ക് നാം യാത്ര ചെയ്യുക, അവിടെ നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കൽ ലക്ഷ്യമാക്കുക. വയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. മദീനയിലെ വൃക്ഷങ്ങൾ, മറ്റ് വസ്തുക്കളെല്ലാം കാണുമ്പോൾ നാം കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഈ സിയാറത്ത് ഫലപ്രദവും സ്വീകാര്യമായി തീരുവാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മദീനയിൽ കടക്കും മുമ്പ് കുളിക്കുകയും ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യണം. മദീനയിൽ പ്രവേശിക്കുമ്പോൾ മദീനയുടെ മഹത്വത്തെയും ആ മഹത്വത്തിന് കാരണക്കാരനായ ലോകത്തിൻ്റെ നേതാവ്, അഖില സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കണം. മദീനയിലെത്തുന്നതിന് മുമ്പ് മുതൽ തിരിച്ചു വരുന്നത് വരെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തോടുള്ള ബഹുമാനവും ആദരവും നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ മതിച്ചുകൊണ്ടിരിക്കണം. തിരുമേനിയെ നേരിൽ കാണുന്നത് പോലെ ഭക്തി നിർഭരമായ മനസ്കനായിരിക്കുകയും ചെയ്യുക എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരവധി തവണ നേരിൽ സന്ദർശിക്കാനും സ്വപ്നത്തിൽ ദർശിക്കാനും നമുക്കും മുഴുവൻ
ബന്ധപ്പെട്ട ആളുകൾക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ.